ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. കൂട്ടുകാരെ, ആദ്യം നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചാപ്റ്റർ ആദ്യം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ നന്നായിട്ട് കണ്ട ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളടാ, ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയാലോ. നോക്കിയാലോ, 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഏതൊക്കെയാണ് രണ്ടക്ക സംഖ്യകൾ? 10, 20, 30 അങ്ങനെ എത്ര വരെ വരും? 90 വരെ വരും അല്ലേ? അതാണ് ഒരു 0 വരുന്ന രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത്. എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട് കേട്ടോ. എത്ര ഉണ്ട്? 9 ഉണ്ട്. 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ടക്ക സംഖ്യകൾ ടോട്ടൽ എത്ര ഉണ്ട്? 90 എണ്ണം ഉണ്ട്. 90ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? 9 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 81 എന്ന് കിട്ടും കേട്ടോ. എത്ര കിട്ടുന്നത്? 81 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത ഏതാ നോക്കിക്കേടാ? 81 കിട്ടിയില്ലേ? 2 0 മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ട്? 2 0 മൂന്നക്ക സംഖ്യകൾ എത്ര ഉള്ളത്? 9 എണ്ണം ആണ് ഉള്ളത് കേട്ടോ. 100, 200, 300 അങ്ങനെ എത്ര ഉണ്ട്? 9 എണ്ണമുണ്ട്. ഒരു 0 മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഒരു 0 മാത്രമുള്ള. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി മിസ് ഒരു എളുപ്പം പറഞ്ഞുതരാം. 9 × 18 ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര കിട്ടും? 162 എന്ന് കിട്ടും കേട്ടോ. എത്ര കിട്ടുന്നത്? 162 എന്ന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് അടുത്ത എന്താണ് ചോദ്യം? 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മിസ് ഇവിടെ കാണിച്ചു തരാവേ. അവിടെ ടോട്ടൽ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് പഠിച്ചിട്ടുള്ളത്? ആകെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ആകെ എത്ര മൂന്നക്ക സംഖ്യകളാണ് ഉള്ളത്? ആകെ മൂന്നക്ക സംഖ്യകൾ എത്ര ഉള്ളത്? 900 എണ്ണം ഉള്ളത്. എത്ര ഉള്ളത്? 900 എണ്ണം. 2 0 ഉള്ളത് എത്ര ഉണ്ട്? 2 0 ഉള്ളത് എത്ര ഉള്ളത്? നമ്മളോട് കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? 2 0 ഉള്ളത് 9 എണ്ണം ഉണ്ട്. 2 0 ഉള്ളത് എത്ര ഉള്ളത്? 9. ഇനി 1 0 ഉള്ളത് എത്ര ഉള്ളത്? 1 0 ഉള്ളത് 162 എണ്ണം ഉണ്ട് അല്ലേ? 1 0 ഉള്ളത് എത്ര ഉണ്ട്? 162. ഇനി 0 ഇല്ലാത്ത കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 0 ഇല്ലാത്തത് എങ്ങനെ കണ്ടുപിടിക്കുന്നതാ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 0 ഇല്ലാത്തത് കണ്ടുപിടിക്കാൻ ടോട്ടൽ എത്ര ഉള്ളത്? 900 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് 162 പ്ലസ് 9 ചെയ്യുക കേട്ടോ. 162നെ 9 കൊണ്ട് കൂട്ടിയ ശേഷം എന്തുകൊണ്ട് കുറച്ചാൽ മതി? 900 കൊണ്ട് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ 900 മൈനസ് 170 എത്ര വരും? 171 എന്ന് വരും കേട്ടോ. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 729 എന്നാണ് കിട്ടുന്നത് കേട്ടോ. എത്ര കിട്ടുന്നത്? 729 എന്നാണ് ആൻസർ കിട്ടുന്നത്. എന്താണ് 729 വെച്ചാൽ? എന്താണ്? 0 ഇല്ലാത്ത സംഖ്യകളാണ് കേട്ടോ. 0 ഇല്ലാത്ത സംഖ്യകൾ എത്ര ഉണ്ട്? 729 ഉണ്ട് കേട്ടോ. ആകെ 0 ഉള്ളത്, ആകെ സംഖ്യകൾ എന്ന് പറയുന്നത് മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 900 ആണ്. 2 0 ഉള്ളത് 9 എണ്ണം ഉണ്ട്. 1 0 ഉള്ളത് എത്ര ഉണ്ട്? 162 എണ്ണം ഉണ്ട്. ഇനി 0 ഇല്ലാത്തത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 0 ഉള്ളതും 1 0 ഉള്ളതും തമ്മിൽ കൂട്ടിയിട്ട് ടോട്ടൽ 900 കൊണ്ട് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 729 എന്ന് ആൻസർ കിട്ടും കേട്ടോ. 729 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, 729 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ. ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ്? ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകളോ, ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന രണ്ടക്ക സംഖ്യകളുണ്ട്. എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് എന്നാണ് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ടടാ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 11. പിന്നെ ഏതൊക്കെയാണ്? 11 ഉണ്ട്. പിന്നെ 11, 22 അല്ലടാ, ഒരക്കം തന്നെ ആവർത്തിച്ച് വരുമല്ലേ. പിന്നെ എന്താണ്? 33, 44, 55, പിന്നെ 66, പിന്നെ ഏതാണ്? 77, 88, 99. എത്ര ഉണ്ട്? 2, 4, 6, 8, 10 അല്ല 1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരക്കം തന്നെ ആവർത്തിച്ച് വരുന്ന എത്ര ഉണ്ട്? ഒരക്കം തന്നെ ആവർത്തിച്ച് വരുന്ന രണ്ടക്ക സംഖ്യകൾ 9 എണ്ണം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാ. അടുത്തത് എന്താണ് പറഞ്ഞേക്കുന്നത്?
ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന 3 അക്ക സംഖ്യകൾ എത്ര ഉണ്ടാവും? ഏതൊക്കെയാണ്? 111, പിന്നെ എത്രയാണ്? 111 വരും, 222 വരും, ശരിയല്ലടാ, 333 വരും, 444 വരും, 555 വരും, 666 വരും, ശരിയല്ലടാ, 777 വരും, പിന്നെ എത്രയാണ്? 888 വരും, 999 വരും. ഏതെങ്കിലും മിസ് എഴുതാത്തുണ്ടോ? 2, 4, 6, 8, 9. അത് എത്ര ഉള്ളത്? 9 എണ്ണാണുള്ളത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാടാ? അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട് അല്ലേ? അക്കങ്ങൾ എന്താണ്? തിരിച്ചിട്ടാലും എന്ത് ചെയ്യാത്ത സംഖ്യകളുണ്ട്? മാറാത്ത സംഖ്യകളുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഉദാഹരണമായിട്ട് എന്താ കൊടുത്തേക്കുന്നത്? 46,764 കേട്ടോ. 46,000 എത്രയാണ്? 764 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? സംഖ്യകളെ ഇരുവഴി സംഖ്യകൾ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് പറയുന്നത്? ഇരുവഴി സംഖ്യകൾ. എടാ നോക്കിക്കേടാ, 4, 6, 7, 6, 4 അല്ലേ? 46,764. ഇത് തിരിച്ചിട്ട് വായിച്ചു നോക്കിക്കേ. 4 ആദ്യം വായിച്ചു, 4, 6, 7, 6, 4 സെയിം അല്ലേടാ? അപ്പം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലും എത്ര കിട്ടും? 46,764 എന്ന് കിട്ടും. രണ്ട് സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണ്? രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. രണ്ടക്ക സംഖ്യയിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണെടാ? 9 എണ്ണം ഇരുവഴി സംഖ്യകളാണ് കേട്ടോ. എത്ര എണ്ണമാണ്? 9 എണ്ണം ഇരുവഴി സംഖ്യകളാണ്. മൂന്നക്ക സംഖ്യകളിലാണെങ്കിൽ എത്ര എണ്ണമാണ്? മൂന്നക്ക സംഖ്യകളിലാണെങ്കിൽ 90 എണ്ണം ഇരുവഴി സംഖ്യകളാണ് കേട്ടോ. എത്ര എണ്ണമാണ്? 90 എണ്ണം ഇരുവഴി സംഖ്യകളാണ്. ഏതൊക്കെ വരും? 101 അല്ലേ? 101 വരും. പിന്നെ ഏതൊക്കെയാണ്? 111 വരും, 121 വരും അല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? സെയിം ആയിട്ടല്ലട വായിക്കുന്നത്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്? 90 എണ്ണം ഉണ്ട് കേട്ടോ. അടുത്തത് നാലക്ക സംഖ്യകളിലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തേതാണ്? നാലക്ക സംഖ്യകളിൽ. നാലക്ക സംഖ്യകളിൽ ഏതൊക്കെ ആയിരിക്കും? ഇത് എത്ര എണ്ണം തന്നെയാണ്? 90 എണ്ണം തന്നെയാണ് കേട്ടോ. നാലക്ക സംഖ്യകളിൽ എത്ര തന്നെയാണ്? 90 എണ്ണം. 10 × 9 90 തന്നെയാണ് കേട്ടോ. അപ്പൊ രണ്ടക്ക സംഖ്യകളിലാണെങ്കിൽ 9 എണ്ണാണുള്ളത്. മൂന്നക്ക സംഖ്യകളിലാണെങ്കിൽ എത്ര എണ്ണമാണ്? 90 എണ്ണം ഉണ്ട്. നാലക്ക സംഖ്യകളിലാണെങ്കിലോ വീണ്ടും 90 എണ്ണമാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേടാ. 1, 3, 1, 3, 1, 2, 3, 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ എത്ര? എടാ ഇതെല്ലാം കൂടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ലേ? ഇത് വെച്ചിട്ട് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അപ്പം നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം എങ്ങനെ ചെയ്തത്? 6 × 4 ചെയ്താൽ മതി അല്ലേ? 6 × എത്ര ചെയ്താൽ മതി? 4. മൂന്നക്ക സംഖ്യകൾ കൊണ്ട് 3 അക്കങ്ങൾ കൊണ്ട് നമുക്ക് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 6 സംഖ്യകൾ ഉണ്ടാക്കാം അല്ലേ? അതേപോലെ എത്ര ഉണ്ട്? ഇവിടെ എത്ര അക്കങ്ങളുണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ 6 × എത്ര ചെയ്താൽ മതി? 4 ചെയ്താൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടും? 24 എന്ന് കിട്ടും അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ